ശുശ്രൂഷയുണ്ട്. ഓക്കെ, റൂട്ടിലേക്ക് വരും. ഇവിടെ ആദ്യമായിട്ടാണോ വന്നിട്ടുണ്ടോ? ഒരു പെന്തക്കോസ് ലുക്ക് ഉണ്ടല്ലോ. അതെ, ആ വാ. വിമർശിക്കാത്തൊരു പെന്തക്കോസുകാരൻ ഞാൻ ആദ്യമായിട്ടാണ്. വിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഇനി കർത്താവായ യേശുവിനെ പിടിവിടരുത്. യേശുവിന്റെ കൂടെ നിൽക്കണം, നിർത്തണം. അപ്പുറത്തെ വീട്ടിൽ എനിക്ക് വരാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അപ്പുറത്തെ വീട്ടിൽ വന്നാൽ ജനലിൽ അവിടെ കിടക്കുന്ന സിഗരറ്റ് കുറ്റി ഞാൻ എടുക്കും. നിർത്തിക്കോണം. ഇത് നിർത്തണം, മറ്റവൻ നിർത്തണം. ഏതാ കാട്ടൻ ജവാനൊന്നും വാങ്ങിച്ചടിക്കരുത്. ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്നത് തിരുവല്ലായില്. ആദ്യമായിട്ടല്ലേ വരുന്നത്? ആദ്യമായിട്ട് വന്നതാ. ആരാ വിളിച്ചോണ്ട് വന്ന ഇവരെ? നമ്മളാ സുവിശേഷ വേലയെ കാല് വെച്ചു. അതാണ് സത്യം. സുവിശേഷ വേലയിൽ എന്തോ ചെയ്തു? എഴുതേക്ക് ചോദിക്കട്ടെ. സുവിശേഷ വേലയിൽ എന്തോ ചെയ്തു? ആണ് എന്റെ ചെറുക്കൻ പറഞ്ഞു കാല് വെച്ചെന്ന്. വാങ്ങിക്കുന്നട എന്തോ സുവിശേഷ വേല എന്തോ ചെയ്തു? നീ വാ. സുവിശേഷ വേല എന്തോ ചെയ്തെന്ന്? കാല് വെച്ചു. ഇതാണ് റിയൽ ഗോസ്പൽ. നമ്മൾ അറിഞ്ഞ സത്യത്തിനെ വേറൊരാളോട് പറഞ്ഞ്, നമ്മൾ അറിഞ്ഞൊരു സത്യത്തിനെ ഞാൻ നിങ്ങളോട് ദൂത് പറഞ്ഞതിന് ഒത്തിരി ഞാൻ ഏറ്റു. അടിയിടിയും കല്ലേറും ഒരുപാട് കൊണ്ട് ഞാൻ നിങ്ങളോട് ദൂത് പറഞ്ഞതിന് എന്നെ പരീക്ഷക്കൂട്ടങ്ങളെല്ലാം കൂടെ ചേർന്ന് ചതച്ചരച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ റിസൾട്ട് നിങ്ങളിൽ കൂടെ ഉണ്ടായത് ഒരു കുടുംബത്തെ കൊണ്ടുവന്നപ്പോഴാണ്. പൈസയോ പണമോ ഒന്നും അല്ല സഹോദര. ഒരാളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷം അവിടെ ആരംഭിച്ചു. യഥാർത്ഥ സുവിശേഷ ജോലിയിലേക്ക്. ഇതൊരു ജോലി തന്നെയാണ്, ജോലി അല്ലെന്ന് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇതാണ് ഒറിജിനൽ ജോലി. ഇതാണ് ഒറിജിനൽ ജോലി. കൂലിയില്ല ജോലി. സ്വർഗത്തിൽ നിന്ന് കൂലി വരുന്ന ഏക ജോലിയായത് അല്ലേ? കാല് വെച്ചു. ഇനിയും കൊണ്ടുവരണം. ഒരാഴ്ചയിൽ 5 കുടുംബത്തെയിലും വെച്ച് പോയി രണ്ടുപേരും കൂടെ എന്തോ ചെയ്യണം? കണ്ട് എന്തോ ചെയ്യണം? നിങ്ങളുടെ റിസൾട്ട് ഇനി കാണിക്കണം. ഓക്കെ, ഇരുന്നാട്ടെ. ബ്രദറെ, പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന കാഴ്ച ഞാൻ പറയാം. ഭയങ്കര ശാപത്തിന്റെ കുരുക്കിൽ നിന്നായി വന്നു നിൽക്കുന്നത്. ശാപം എന്നൊക്കെ പറഞ്ഞാൽ ഇമാതിരി ശാപം ഇനി ലോകത്തെങ്ങും കാണാനില്ല. അമ്മാതിരി ശാപത്തിന്റെ അകത്തു. കാരണം രോഗത്തിന്റെ കലവറയാ നിങ്ങൾ. എന്തോ രോഗമെന്ന് പറയണ്ട. മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ ഹാർട്ട് സംബന്ധിച്ച വിഷയമുണ്ട്. ഉണ്ടോ? ഇല്ലേ? എന്താ ഉണ്ടെന്നല്ലേ പറഞ്ഞു? ഉണ്ട്. ഇതൊക്കെ ഞാൻ കേട്ടാൻ പറ്റും. അവിടെ തൊടുപുഴയെന്നാണോ വരുന്നേ? തൊടുപുഴയെന്നൊക്കെ ഉണ്ടെന്നാണോ പറയുന്നേ? ഉണ്ടെന്ന് തന്നെയാ പറയുന്നത്. ഓക്കെ, 2 ബ്ലോക്ക് ഉണ്ട് ഇപ്പം. അങ്ങനെ പറഞ്ഞത് ആര് പറഞ്ഞു? കോട്ടയം മെഡിക്കൽ കോളേജ് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് പറഞ്ഞത് 2 ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാ ഹൃദയത്തിലോട്ട് കൈയൊന്ന് വെച്ച് ബ്ലോക്ക് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഷാജിയുടെ ബ്ലോക്കിനെ മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. എന്താ പേര്? ഷാജിയുടെ ബ്ലോക്കിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. ഷാജി ബ്രദറെ, നിങ്ങൾ മരണപ്പെട്ടു പോകേണ്ട ആളാണ്. പക്ഷെ എൻ്റെ കർത്താവ് നിങ്ങളെ വിടുവിച്ചതാണെന്ന് പറയാൻ പറയും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബ്ലോക്കുകളെയും ബ്രേക്ക് ചെയ്യുന്നു. കർത്താവ് എന്നെ കാണിക്കുന്ന കാഴ്ച ഞാൻ പറയാം. ഷാജി ബ്രദറെ, ജീവനോടെ ഇരിക്കുന്ന ഒരു അത്ഭുതമാണ്. പോകേണ്ടതാ. ഒരു 6 മാസം മുമ്പേ റെഡി ആയനെ. പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ?
നിർത്തണം. നിർത്തിയേക്കാം. നിർത്തണം. ആ മോനല്ലേ? മകളുടെ മോൻ. മകളുടെ കൊച്ചാ. കൊച്ചു കുഞ്ഞിൻ്റെ ഇവിടെ ഒക്കെ ജീവിക്കണ്ടേ? ഇതുണ്ടോ? ഉണ്ട്. 37-38 വയസ്സുള്ള എനിക്ക് തോന്നുന്നില്ല, പിന്നെ നിങ്ങൾക്ക് തോന്നിയാലെങ്ങനെ? നമ്മൾ അടിക്കാനടുത്തൊക്കെ അടിച്ചില്ലയോ? വലിക്കാനടുത്തൊക്കെ വലിച്ചില്ലയോ? ഇനി നിർത്തുക. ഇനി പരിപാടി സ്റ്റോപ്പ് ചെയ്യുക. ഒറ്റയടിക്ക് നിർത്തിയെന്നും പറഞ്ഞു പെട്ടെന്ന് ചത്തുപോകുന്നു പോലെ നിർത്തിക്കൂ. നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവും. ഈ കർത്താവിൽ വിശ്വസിക്കും. ഈ കർത്താവിൽ വിശ്വസിക്കുക. ഈ പരിപാടികളെല്ലാം നിർത്തി. ഞാൻ നിൽക്കുമാണ് എന്നെ ഇങ്ങനെ വലിക്കുന്നതൊക്കെ കാണിക്കുന്നു. നന്നായിട്ട് വലിക്കും. അപ്പോൾ അതെല്ലാം നിർത്തണം. എന്നെ കർത്താവ് കാണിക്കും. നിങ്ങളെവിടെയെങ്കിലും ഇവരുള്ള വല്ല പരിപാടിക്ക് പോകണം കേട്ടോ. എന്തുവാ പുള്ളി ഒരിടത്ത് ഒരു യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തോ ജോലി? സെക്യൂരിറ്റി പണിയാ. സെക്യൂരിറ്റി പണിയാ. അതുപോലൊക്കെ പോണം. എന്തുവാ എവിടെയും തൂക്കും പിടിച്ചിരി, വടിയേലും പിടിച്ചിരി. മാമ കർത്താവിനോട് നിങ്ങൾ എഴുന്നേക്കത്തില്ലെന്ന് പിശാചി വിധി എഴുതിയതാ. നിങ്ങൾ എഴുന്നേക്കത്തില്ലെന്ന് പിശാചി വിധി എഴുതിയതാ. അതെ അതെ. എന്നെ കാണിയ ഇവര് തളർന്നു പോയ ആളാ. അതെ അതെ. ആണോ? ശരിയാ ശരിയാ. ഏതാ ചോദിച്ചേ? വലതുവശം തളം. അങ്ങനെ കർത്താവ് കാണിക്കുന്ന കാഴ്ച നിങ്ങൾ തളർന്നു പോയതാണ്. പിശാച് നിങ്ങളെക്കുറിച്ച് വിധി എഴുതിയത് ജീവിതകാലത്തിന് എഴുന്നേക്കത്തില്ലെന്ന് വിധി എഴുതിയതാ. പക്ഷെ എഴുന്നേറ്റത് ഒരു അത്ഭുതമാണ്. ഒരു അത്ഭുതമാണ്. അങ്ങനെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച പറയാം. ഈ വർഷം തീരുന്നതിനിപ്പുറം വസ്തു സംബന്ധിച്ച് വന്ന കുരുക്കുകളെ ദൈവം എടുത്ത് കളയും. വസ്തു സംബന്ധിച്ച് ഒരു കുരുക്കുണ്ടല്ലോ. എന്താ അത്? ഉണ്ട്. എന്താ വിഷയം? അത് ഒരു കുരുക്ക്. അത് താമസിപ്പിക്കത്തില്ലെന്നാണ് ഒരു വെല്ലുവിളി. അത് തന്നെയാ. കറക്റ്റാ. ഞാൻ കാണുന്നത് കാഴ്ച നമുക്ക് താമസിക്കണ്ടേ? നിങ്ങളിപ്പോ വാടകയ്ക്കാണോ താമസിക്കുന്നത്? തിരിച്ചത് വിൽക്കാനാണോ? അതോ വിൽക്കാൻ വേണ്ടി അങ്ങനെ വഴിക്കുക? വിൽക്കണോ? ഉറപ്പിച്ചോ? സമ്മതിച്ചോ? സമ്മതിച്ചു. ആണെ ഇപ്പൊ വിൽക്കും. വിൽക്കണം. ഇവിടുന്ന് ഞാൻ പ്രാർത്ഥിച്ചു വിട്ട 90 ദിവസത്തിനുള്ളിൽ അത് വിൽക്കും. വാടക വീട്ടിൽ താമസിക്കുകയല്ല, അടുത്ത സ്വന്തം ഭവനത്തിന് അത് ദൈവം കേട്ടും. വിൽക്കണോ? കർത്താവ് എന്നെ കാണിക്കുന്നു. തൊടുപുഴയാ വീടല്ലേ? ചെപ്പുകുളം. ഞാൻ പറയാം. എന്താ പറഞ്ഞേ? ചെപ്പുകുളം. പക്ഷെ ഞാൻ കാണുന്ന ചെപ്പുകുളത്തുനിന്ന് പിന്നെയും പോണമല്ലോ. 3 കിലോമീറ്റർ പോണം. ആ സ്ഥലത്തിന്റെ പേരെന്തുവാ? അത് ചെപ്പുളം തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ പേര് പറയാനില്ല. കാരണം ചെപ്പുകുളത്തുനിന്ന് ഞാൻ കാണിക്കുന്ന കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. അതായത് ഒരു 100 രൂപയുടെ ഓട്ടോ ഉണ്ട്. ഓട്ടോയ്ക്ക് ഉണ്ട് 100 രൂപയുടെ ഓട്ടോ ഉണ്ട്. ആ ഓട്ടോയ്ക്ക് അങ്ങോട്ട് റെഡിയാണോ? റെഡിയാ. ശരി. ആ അതിരിന്മേൽ ഇന്ന് കാല് കുത്തുക. സമ്മതിച്ചോ? ചെപ്പുകുളം. ഈ ചെപ്പുകുളം എവിടാന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അയ്യോ എൻ്റെ അച്ഛാ, ദയവ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ കുരുങ്ങി പോകത്തുള്ളൂ. കരിമണ്ണൂർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കരിമണ്ണൂർ സ്ഫോടനം നടന്ന സ്ഥലമല്ലേ? അല്ലല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ കുരുങ്ങി. ഞാൻ പറയാം അച്ഛൻ യെസ്സോറിനോ പറഞ്ഞാൽ മതി. ചെപ്പുകുളം അറിയാവോ? അറിയാവോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാം? ചെപ്പുകുളം അറിയാം? നല്ലോണം. നിങ്ങളുടെ അടുത്താണോ? ഒത്തിരി ദൂരമുണ്ട്. ശരി. അവരുടെ വീട് അറിയാവോ?
ഇപ്പൊ പിടി കിട്ടിയോ? ചോദ്യര് പിടി നീല ചോദ്യം. അറിയാം. ഇതുവല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതുവല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അറിയാമെന്ന് പറഞ്ഞിട്ടൊരു കുഴപ്പം, ഞാൻ ഇനി എന്ത് ചെയ്താലും എന്നോട് പറഞ്ഞതായിട്ടേ വരത്തുള്ളൂ. എങ്കിലും എന്നോട് എനിക്കിതൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ ശ്രദ്ധിച്ചു. എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. ഇതൊരു ജംഗ്ഷനായിട്ടല്ല കാണുന്നത്, 2 വഴി തിരിയുന്ന ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. ഈ ചെപ്പുകുളം 2 വഴി തിരിയുന്ന ഒരു സ്ഥലം. കറക്റ്റാ, അങ്ങനെ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ഈ 2 വഴി തിരിയുന്ന സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ഒരു വഴി പോലെ നിൽക്കുന്ന ഒരു സ്ഥലം ആണോ? ആ ശരിയാണോ അല്ലയോ? ശരിയോ? ഒന്ന് അങ്ങോട്ടും കറക്റ്റ് ആണേ? ഓക്കെ, ഞാൻ അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. കറക്റ്റ് ആണോ? അറിയാവോ? പോയിട്ടേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചു. ഒരു വഴി പോലെ തിരിയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. 1, 2, 3, 4, 5, 6. നമ്മുടെ വീട്ടിൽ ഇടത്തോട്ട് പോകുന്ന വഴി കൂടെ ആണോ പോകേണ്ടത്? ആണോ? ഇടത്തെ സൈഡ്. ഓക്കെ, ഡൺ. ഇടത്തെ സൈഡിലോട്ട് പോവാ. കൂടെ നിന്നോണം. എത്ര പേര് വരുന്നു കൂടെ? നോക്കട്ടെ, പ്രൊഫറ്റിക്കൽ മാൻഡിൽ എത്ര പേർക്കുണ്ടെന്ന് നോക്കട്ടെ. ബെന്യൻ വരുന്നോ കൂടെ? നിന്റെ പേരിൽ ഇന്നൊരു മാൻഡിൽ വീഴും. വരുന്നോ? സമ്മതിച്ചോ? ഓക്കെ, ഞാൻ പോകുന്ന കൂടെ വന്നോണം. എവിടുന്നാ വരുന്നേ? ഒരു ശുശ്രൂഷ കിടപ്പുണ്ട്. നമ്മുടെ റൂട്ട് തന്നെയാണോ? എന്തോ ചെയ്യുന്നേ? ഈ റൂട്ടിലൊക്കെ ഏകദേശം ചെന്ന് ചാടും. ശുശ്രൂഷയുണ്ട്. ഓക്കെ, റൂട്ടിലേക്ക് വരും. ഇവിടെ ആദ്യമായിട്ടാണോ? വന്നിട്ടുണ്ടോ? ഒരു പെന്തക്കോസ് ലുക്ക് ഉണ്ടല്ലോ. അതെ, വാ. വിമർശിക്കാത്തൊരു പെന്തക്കോസുകാരൻ ഞാൻ ആദ്യമായിട്ടാണ്. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു, നിനക്കൊരു വീട് വരും. ഒറ്റയ്ക്കാന്നോ വന്നേ? ഒരു വീട് വരും സ്വന്തമായി. കർത്താവിന്റെ കരം ചലിക്കും. ഓക്കെ, ബാ നിഖിലേ, ഇങ്ങോട്ട് പോരെ, ഇരുന്നോ, എൻ്റെ കൂടെ സഞ്ചരിച്ചോണം. നിങ്ങൾ പ്രാർത്ഥിച്ചോ, അച്ഛാ പ്രാർത്ഥിച്ചോ. ഞാൻ അവിടെ വരും, പക്ഷെ ബീഡിക്കുറ്റി കാണരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. ഓൾറെഡി അവിടെ ബീഡിക്കുറ്റി ഇല്ല. ആ കാര്യം നിങ്ങൾ ഈ വിൽക്കാനിട്ടിരിക്കുന്ന വീടാ. അവിടെ അല്ല നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾ അവിടെ അല്ല താമസിക്കുന്നത്. നിങ്ങൾ വേറൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അത് ഇവിടുന്ന് ചൂടെ ദൂരമുണ്ട്. അപ്പം ബീഡിക്കുറ്റി അവിടെ ഇല്ല. ബീഡിക്കുറ്റി മറ്റേടത്തുണ്ട്. അത് ഞാനിപ്പോൾ എടുത്തു തരാം. സിഗരറ്റിന്റെ കുറ്റി ഞാൻ എടുത്തു തരാം. സിസറിന്റെ കുറ്റി ഞാൻ എടുത്തു തരാം. എന്നോടാ കളി. അച്ഛാ, ഞാൻ ഇവിടുന്ന് ഈ ഇടത്തുവശത്തെ റോഡിൽ കൂടെ ഒരു 3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. 3 കിലോമീറ്റർ നടക്കും. നിങ്ങൾ നടന്നാണോ പോകുന്നത്? അല്ലല്ലോ, ബസ്സിനല്ലേ പോകുന്നത്. ഇവിടുന്ന് ബസ് പിടിക്കണോ? ഇവിടുന്ന് ബസ് ഒരു നീല കളറോ പച്ച കളറുള്ള ഒരു ബസ്സാ. ഞാൻ നീല കളറുള്ള ബസ്സാ. നീല കളറാ ഒരു ബസ് ഞാൻ കാണുന്നു. നീല കളർ ബസ് കാണുന്നു. പക്ഷെ ബോർഡിൽ എന്തോ ഏതാണ്ടൊരു കുളമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ചെപ്പുകുളം. ഇത് ഈ ബസ് നമ്മൾ നിൽക്കുന്ന ചെപ്പുകുളമല്ലേ? തിരിഞ്ഞു പോണത് ചെപ്പുളത്ത് അങ്ങോട്ട് കയറിപ്പോയി. ഞങ്ങള് വേറെ റൂട്ടിലാ പോണേ. ആണോ? അവിടെ ചെപ്പുളന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. പറയുന്നേ ഉള്ളൂ. അതെ, ഒരു ബസ്സിൽ ഇങ്ങനെ കുളമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ വല്ല കൂത്താട്ടുകുളം വല്ലതും ആയിരിക്കും നോക്കിയത്. അല്ല, പക്ഷെ വേറെ ഏതാണ് എഴുതിയേക്കുന്നത്. ചെപ്പുകുളം അല്ലയോ? ഓക്കെ, ചെപ്പുകുളം എങ്കിൽ ചെപ്പുകുളം. ബസ്സിൽ കയറുന്നില്ല, ഞാൻ നടന്നേ വരുന്നു. ബസ് പൊക്കോ, ടിങ് ടിങ്, അതതിൻ്റെ വഴിക്ക് പൊക്കോളൂ. ഞാൻ നടന്നേ വരുന്നുള്ളൂ. ഞാൻ നടന്നു വരുക. എനിക്കിവിടുന്ന് നടന്നു വരുമ്പോൾ നല്ല കാഴ്ചകളാണ് കാണുന്നത്. കാര്യം ഇതൊരു മലയോര മേഖലയാണ്. മല തന്നെയാ. റബ്ബറും
ആ അല്ലേ? റബ്ബർ, കാപ്പി, കൊടി. ആ റബ്ബറും ഇതെല്ലാം ഒരു പ്രത്യേക നല്ലൊരു സുഖമുള്ള ഒരു ഏറിയ. ഞാനതാ കാണുന്നത്, ഞാൻ അതുവഴി യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ വീടുകളൊക്കെ മുട്ടം വീടുകളാണല്ലോ. വീടൊക്കെ ഭയങ്കര വീടാണല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി ഞാൻ ഒരു 1/2 കിലോമീറ്റർ മുന്നേ വന്നപ്പോൾ ഇടതുവശത്ത് കാണുന്ന മുട്ടൻ ബംഗ്ലാവ് പോലൊരു വീട്. അതെ അതെ അതെ, ഞാൻ ആ വീടൊന്ന് കാണട്ടെ. ഒരു വേറെ പെയിന്റ് അടിച്ച ഒരു ബംഗ്ലാവ് പോലത്തെ വീട്. ശരിയാ. മുറ്റത്ത് കിടക്കുന്നത് ഒരു ബെൻസാ കിടക്കുന്നത്. അവിടുത്തെ ഒരു മുതലാളിയാണല്ലോ. ശരിയാ, മുതലാളിയാ. മുതലാളിക്ക് ഇഷ്ടംപോലെ റബ്ബറും തോട്ടവും എല്ലാ കൂട്ടമുള്ളതാ. 10-15 ഏക്കർ സ്ഥലമുണ്ട്. മുതലാളി ഒന്ന് കണ്ടേക്കാം. മുതലാളി എങ്കിൽ മുതലാളി. അജേഷ് മാസ്റ്റർ നമ്മളും വാങ്ങിക്കും. ബെൻസ് ഒരു GL7 വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ബാക്കി ഇനി കാര്യം ഇന്നോവ ഇപ്പോൾ മടുത്തു. ഇനി GL7 പോകുന്നുള്ളൂ. വീണ്ടും ഇവിടുന്ന് യാത്ര ചെയ്ത അച്ഛാ, ഞാനിപ്പം ഇങ്ങനെ കയറി 1 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു ഇറക്കമൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുവാ. റോഡൊരു ഇറക്കമൊക്കെ ഇറങ്ങി വരുവാ. അതെ, അത് ഇങ്ങനെ വരുമ്പോ സൈഡിൽ ആറാണോ എന്തോ, ഒരു വലിയ ആറാണോ ചെറിയ തോടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. നല്ല രസകരമായി ഏറിയ വെള്ളത്തിന്റെ ശബ്ദമേ, റബ്ബറ്, പിന്നെ കാപ്പി. ചില വീടുകളിലേക്ക് മുറ്റത്ത് ഇഷ്ടംപോലെ കാപ്പിയൊക്കെ നിൽക്കുന്നു. കാപ്പിയും കൊക്കോയൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്ന. ഉള്ളിലോട്ടൊക്കെ കയറിയ വീട് നിൽക്കുന്നു. ഉള്ളിലോട്ടൊക്കെ കയറിയ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഒരു 3ാമത്തെ കിലോമീറ്റർ വന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചെറിയൊരു കവലയിലാണ് നിൽക്കുന്നത്. ഈ ചെറിയ കവലയ്ക്ക് 1, 2, 3 മൊത്തം കൂടെ കൂട്ടി 4ഓളം റോഡുകളുണ്ട് ഇതിന്. ശരിയാ. ഞാൻ വന്ന റോഡ് കൂട്ടിക്കൊണ്ട് 1, 2, 3 റോഡ് ഞാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു മിനിറ്റ്. താലാന്നോ ബദാം എന്തോ ഒരു മരം നിൽക്കുന്നതാണോ അതുകൊണ്ട് ചോദിച്ചത്. വലിയൊരു മരം ഇങ്ങനെ പടർന്ന് നിൽക്കുന്നു അവിടെ ആ സൈഡില്. പ്ലാവ പടർന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ദൂരെ നിന്നാ കാണുന്നത്. ഓക്കെ, ഇവിടുന്ന് എങ്ങോട്ടാ നമ്മൾ പോകേണ്ടത്? ഏത് റോഡിൽ കൂടെ പോകേണ്ടത്? ഇടതുവശത്തെ റോഡ് തന്നെയാണോ? ആ റോഡ് തന്നെ. തന്നെയാ. അടുത്ത് തന്നെ. ഏതാ പ്ലാവ് കാണുന്നതിന്റെ വീടിന്റെ അത് തന്നെ വീട്. അതാണോ നമ്മുടെ വീട്? അതിന്റെ തൊട്ടടുത്ത് കാണുന്ന വീട് അതാണോ നമ്മുടെ വീട്? അത് വേറൊരാളുടെ മുറ്റത്താ പ്ലാവ് നിൽക്കണേ. നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കണേന്ന് മാത്രം. അതാണോ നിങ്ങളുടെ വീട്? ഒരു ഇളം മഞ്ഞ പോലത്തെ പെയിന്റ് അടിച്ച് അതാണോ? തേച്ചിട്ടുള്ളൂ, പെയിന്റ് അടിച്ചില്ലായിരുന്നു. അപ്പൊ ആ പെയിന്റ് അടിച്ച വീടാ? അത് വേറെ ആടെയാ? ഒരു ഇളം മഞ്ഞ പെയിന്റ് അടിച്ചൊരു വീട്. അതാരുടെയാ? അത് വേറെ ഞങ്ങളെ അടുത്തുള്ള ഒരാളുടെ. ആണോ? അത് നമ്മുടെ വീടാ. ഈ പ്ലാവിനോട് ചേർന്നിരിക്കുന്ന ഒരു പെയിന്റ് അടിക്കാത്ത അതന്നെ പെയിന്റ് അടിക്കാത്തൊരു വീട്. ഒരു വാർത്ത വീട്. അത് നിങ്ങളുടെ വീടാണോ? അതെ. ഓക്കേ, ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. ആദ്യം പോയി അവിടെ ഒന്ന് കാണട്ടെ. കുറെ വർഷമായ പ്ലാവാണല്ലോ ഇത്. അതെ. ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ട്. ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നാട്ടുകാരാന്ന് തോന്നുന്നു പറിക്കുന്ന മൊത്തം. ഇതാരാ ഇത് പറിക്കുന്ന? ഇത് അവരങ്ങനെ പറിക്കലൊന്നും ചാടിപ്പോക്കൊക്കെ ഉള്ളൂ. പറിച്ചു ഇങ്ങനെ കിടപ്പുണ്ടത്. കുറേയേറെ ഇങ്ങനെ കിടക്കും. വരിക്കയല്ലേ? അയ്യോ, യുവത്തി വേണ്ട സാധനം. നല്ല പിടിച്ചാൻ മുറ്റാത്തൊരു തടിയായത്. വലിയ തടിയാ. അത് കിട്ടുകാരെങ്കിൽ ഒരു 2 കട്ടില് പണിയാണല്ലോ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ചെറിയ മുറ്റത്താ നിൽക്കുന്നത്. ചെറിയൊരു മുറ്റവാ ഈ വീടിന്റെ. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെറിയൊരു മുറ്റ. ഇതിനകത്ത് താമസക്കാരും ഇല്ലേ? ഞങ്ങൾ പോന്നു കഴിഞ്ഞ് ഇവരെ താമസിച്ചിട്ടുണ്ട് മക്കള്. ഇപ്പൊ പള്ളിക്കൂടെ അടച്ചപ്പോ അവര് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ അതാ. ഇവിടുത്തെ ആരെയും കാണുന്നില്ല, അടച്ചിട്ടേക്കുക.
ഇവരാ താമസിക്കുന്നത്. ഇവരവിടെ താമസിച്ചിട്ടുണ്ടേ. പക്ഷെ ഇപ്പൊ ആരും ഇല്ല, അതിനകത്തെല്ലാം അടച്ചിട്ട്. ഇപ്പൊ ഇവര് മുട്ടത്ത് ഞങ്ങളുടെ കൂടത്തിൽ വന്ന് താമസിക്കുക. ആണോ? പള്ളിക്കൂടെ അടച്ച കാരണം. ഓ, പള്ളിക്കൂടം അടച്ചത് കാരണം. അങ്ങനെ പറ. ഈ നിങ്ങളുടെ ഈ ഭാഷ ഒരു ക്ലിക്കടിക്കുന്നില്ല എനിക്ക്. അപ്പൊ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഒന്ന് 2 മുറിയേ ഉള്ളൂ ഇത്. 2 മുറി, അടുക്കളയും ഹാളും. അച്ഛൻ അറിയാം, എനിക്കറിയാവോ ഇത് വല്ലോ? ഞാൻ നോക്കിയിട്ട് 2 മുറി, ചെറിയ 2 മുറി ആണോ? ചെറിയ 2 മുറി, അകത്തോട്ട് കയറാനും പറ്റത്തില്ല. അടുക്കള, ചെറിയൊരു ഹോള്. നല്ല വീടാണ്. പക്ഷെ ഇതിന് പക്ഷെ ഇത് എനിക്ക് മനസ്സിലാകാത്തൊരു ചോദ്യം. ഇതിന് കിണറെന്ത് ചെയ്യേ? കിണറില്ല. കിണറില്ല, കൈപ്പോളാണ്. കാരണം കിണർ ഞാൻ നോക്കിയിട്ട് കിണറും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. ഇത് എത്ര സെന്റ്? ഇതിന് ചേർന്നൊരു വീടിരിക്കുന്നു. അവിടെ അങ്ങനെ അടുത്തടുത്ത് വീടുകളുണ്ട്, കുറെ വീടുകളുണ്ട് ഞങ്ങളുടെ. എത്ര സെന്റാ? 3 4? 3 സെന്റ് ഞങ്ങള്. 3 സെന്റ് വസ്തു. കാരണം 3 സെന്റ്. കാരണം ഇതിനെ ചേർന്നൊരു വീട് ബാക്കിൽ ഇരിപ്പുണ്ട്. അടുത്തടുത്ത് അങ്ങനെ വീടുകളുണ്ട്. അടുത്തടുത്ത് ഇങ്ങനെ വീടാ നിൽക്കുന്നത്. ഇതാ നമുക്ക് വിൽക്കേണ്ടത്. ഇത് വിൽക്കണം. ചൂടത്തിൽ ഇതിനോട് ചേർന്നൊരു വഴിയും ഉണ്ടല്ലോ. ഒരു നടപ്പുവഴിയാ. അതാരുടെയാ? അതെങ്ങോട്ട് പോകുന്ന? താഴെ വീട്ടിലേക്ക് പോണ വഴിയാ. ആരുടെ വീട്ടിലോട്ട്? അത് അവരുടെ തന്നെ. അവർ മുകളിലാണ്. കാരണം ചെറിയൊരു വഴിയുണ്ട്. ചെറിയൊരു വഴിയുള്ള അത് അവരുടെ തന്നെ വീടാ. മുകളിൽ മതിലിനോട് ചേർന്ന് ചെറിയൊരു വഴി. അത് തന്നെ. അതല്ലേ? ഞാൻ ആ വഴി കൂടെ നടക്കട്ടെ. ഇതുവഴി 2 വീലർ കയറി പോകും അല്ലേ? 2 വീലർ കയറി പോകും. 2 വീലർ കയറി പോകും. ഒരു ആക്റ്റീവാ പോകുന്നത് എനിക്ക് കാണാം. അവരുടെയാണോ അത്? അവരുടെ അല്ലാതെ വേറെ തന്നെ അവിടുത്തെ വാടകയ്ക്ക് താമസിക്കുക. അവരുടെ വീട് മുകളിലാണ്. അപ്പൊ അത് ചുമ്മാ ഒരു വഴി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓഹോ. വണ്ടി അങ്ങനെ സ്ഥിരമായിട്ട് ഓടുന്നൊരു വഴിയല്ല. മെയിൻ റോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു വഴി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വേറെ അല്ല, ഇത് ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല ഇവിടെ പ്രത്യേകിച്ച്. ഇതിനകത്ത് ഇത് ഇത്രേ ഉള്ളൂ. കുറേയേറെ വീടുകളെല്ലാം അവിടെ നിൽക്കുന്നു. വീടുകളുണ്ട് അവിടെ. കുറേയേറെ വീടുകളുണ്ട്. വേറെ വലിയ മലമണ്ടയാണല്ലോ ഇത്. മലയത്. വലിയ മുട്ട മലമണ്ട. ഇതെന്തോ ഇത് കാറ്റാ ഇവിടെ അടിക്കുന്നേ. വിക്ടർ ജോർജ് ഒക്കെ മരിച്ച മലയതാ. വിക്ടർ ജോർജ് എന്ന് പറഞ്ഞ പുള്ളി പണ്ട് മരിച്ചില്ലേ? ഉരുൾപൊട്ടി. അതാണോ ഇവിടം? അതതിന്റെ അപ്പുറം മല. ആണോ? ഇത് ഞാൻ വിചാരിച്ച പോലല്ല. വലിയൊരു മലയുടെ മേളിലാണ് ഞാൻ നിൽക്കുന്നത്. മലയ്ക്ക് മേളിലാണ് നിൽക്കുന്നത് ഞാൻ. അവിടെ നിൽക്കും. പക്ഷെ നല്ല കാറ്റ്, തണുത്ത കാറ്റ് ഇതിന്റെ അകത്ത്. നല്ല തണുത്ത കാറ്റും ഒരു ചൂടില്ല ഇവിടെ. നല്ല കാലാവസ്ഥ അവിടെ. ചൂടിലെ ഊട്ടി നിന്ന പ്രതീതി. ആഹാ, എന്ത് മനോഹരമായിരിക്കുന്നു. ഓ, എന്തിനാണ് എറണാകുളത്തൊക്കെ വരുന്നത്? ചൂട് കൊണ്ട് മനുഷ്യൻ പുകയുക. ഞാൻ അങ്ങനെ ഒരു സ്ഥലമാണ്. യേശുവിന്റെ നാമത്തിൽ ഈ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകല കുഞ്ഞുഞ്ഞാര താഴെ താമസിക്കുന്ന ഒരാളാണല്ലോ. നിങ്ങളുടെ പേരെന്നോ മൊത്തം? എന്റെ ഷാജി കുഞ്ഞൻ എന്ന് പറയും. ഞാൻ അത് തന്നെ അല്ലേ ചോദിച്ചുള്ളൂ. പേര് കുഞ്ഞു. നമ്മുടെ പേരെന്തുവാ? എന്റെ ഷാജി. മൊത്തം പേര്? ഷാജി കുഞ്ഞൻ. ഞാൻ അത് തന്നെ. എൻ്റെ ദൈവമേ, ഇന്ന് എന്തെല്ലാം വളർത്താൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞൂഞ്ഞിൽ കൂടെ വന്ന സകല ശാപത്തിനെ ഇവിടെ വെച്ച് ഇത് വിൽക്കും. ഇത് വിറ്റുപോകും. ഇത് വിൽക്കണം. എന്നെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അച്ഛാ, സത്യം പറയാൻ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അതുപോലൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത്രമേറിയ നല്ല ഒരു കാലാവസ്ഥയും. കാരണം ഞാൻ ഈ മെയിൻ റോഡിൽ നിൽക്കുമ്പോൾ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡും ചെറിയ ഓട്ടോ സ്റ്റാൻഡും പിന്നെ ഒരു പഴയ ടൈപ്പ് കടയും ഇതൊക്കെയാണ് ഞാനിവിടെ നിന്ന് കാണുന്നത്. ഒരു ചെറിയ കട, അതാണ്ട പഴക്കൊലയൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചെറിയൊരു കട.
അതെ, എനിക്കതെല്ലാം കാണാം. ഇവിടെ നിന്നുണ്ട് അടുക്കളയൊക്കെ തൂക്കിയിട്ട് ചെറിയൊരു കട. ഇപ്പോഴും ഇവിടുത്തെ നമ്മുടെ ഈ ഈ ഈ പണ്ട് ഒരു 10 വർഷം ഇവരവിടെ കാണാം, നമ്മുടെ ഇവിടെ കാണത്തില്ല. ഒരു 10 വർഷം മുമ്പ് നമ്മുടെ ഈ ചെറിയ കുപ്പി മുറിച്ചിട്ട് ചുണ്ണാമ്പ് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലൊരു ആ കടയിൽ ഇങ്ങനെ ചുണ്ണാമ്പ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ചുണ്ണാമ്പ്, എനിക്കതെല്ലാം കാണാം. ഇവിടെ നിൽക്കുമ്പോൾ കുപ്പി മുറിച്ച് ചുണ്ണാമ്പ്. നമ്മളൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നു. നമ്മളല്ല, ഞാൻ എടുത്തിട്ടിങ്ങനെ അതിലിട്ട് പേരിട്ട് ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പോട്ടെ, നിൽക്കട്ടെ, ഞാനതൊക്കെ കാണുന്നു. ഇപ്പുറത്തോട്ട് നിൽക്കുമ്പോൾ ചെറിയൊരു പലചരക്കട, ഒരു 1, 2, 3 കടകൾ അടുപ്പിച്ചിരിക്കുന്നത് ഉണ്ട്. അതിൻ്റെ അകത്തൊരു പലചരക്ക് കടയും 3 കട അടപ്പിച്ചിരിക്കുന്നു. ബാക്കിലോട്ട് നോക്കിയാൽ ഈ ടയറൊക്കെ വെച്ചിരിക്കുന്ന ഒരു കട. പഞ്ചർ കടയാണോ അതെന്താ അത്? അങ്ങേ അറ്റത്തായിട്ട് ആണോ? അതൊരു കട എനിക്ക് കാണാം, അങ്ങേ അറ്റത്ത് കാണാം. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. വളരെ എന്താ പറയുന്നത്, ഒരു പ്രത്യേകതരം ആളുകളുമായി ഇവിടെ ഉള്ളത്. എന്താ പറയുന്നത്, ഒരു ഭയങ്കര സ്പീഡും എല്ലാം. നല്ല കട്ടയന്മാരാണല്ലോ ഇവിടെ ഉള്ളതെല്ലാം. ഒറ്റയൊന്നിനെല്ലാം നല്ല മലയോട് വെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളുകൾ. ഇവിടുന്ന് നോക്കിയാൽ തന്നെ വലിയൊരു മലയോടെ കാണാം. ഇവിടുന്ന് നോക്കിയാൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോട്ടെ, അത് വിട്ടുപിടിക്കുക. ഇവിടുത്തെ കോടീശ്വരനാന്ന് തോന്നുന്നു. റോഡിന്റെ വലതുവശത്താ മേളിലിരിക്കുന്ന വലിയൊരു വീട്. ആണോ? ഇവിടുത്തെ കോടീശ്വരനാന്ന് തോന്നുന്നു. റോഡിന് മേളിൽ വലിയൊരു വീട് കാണാം. നിങ്ങളുടെ ഇവിടുത്തെ കോടീശ്വരനാന്ന് തോന്നുന്നു പുള്ളി. ആണോ? ഒരു കഷണ്ടി അച്ചായൻ ആണോ? അതെ. ഒരു മാലയൊക്കെ കഴുത കിടപ്പുണ്ട്, മുട്ടനൊരു മാല ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇറങ്ങി. തങ്കച്ചനും എന്തോ അദ്ദേഹത്തിന്റെ പേര്, കുട്ടിച്ചൻ. ഇറങ്ങി വരുന്നതൊക്കെ എനിക്ക് കാണാം. പുള്ളി ഇങ്ങനെ ഇറങ്ങി വരുന്നു എനിക്ക് കാണാം. യേശുവിന്റെ നാമത്തിൽ. വീടിന്റെ അകത്ത് ചെതലൊക്കെ ആയിട്ടുണ്ട്. ഇവരോട് വന്ന് അടിച്ചു പറക്കാൻ പറയണോ കേട്ടോ? കേട്ടോ, വീടിന്റെ അകത്തെല്ലാം ചെതലായിട്ടുണ്ട്. അളുപൊളിയായിട്ട് കിടക്കുക, പൊടി പിടിച്ച് കിടക്കുക. എല്ലാം വന്ന് ഇവരോട് വൃത്തിയാക്കാൻ പറയണം. എല്ലാം വൃത്തിയാക്കി ഇടാൻ പറയണം. ചെറിയൊരു അടുക്കളയാ, കുഞ്ഞൊരു അടുക്കള. എനിക്കിവിടെ ഞാൻ ഈ ഫ്രണ്ടിലത്തെ ജനല് തുറന്നായി നോക്കുന്നത്. എവിടെ കിട്ടിയോ? ഫ്രണ്ടിലത്തെ ഈ ജനല് തുറന്നിട്ടാ ഞാൻ അകത്തോട്ട് നോക്കുന്നത്. ചെറിയ അടുക്കള, ചെറിയ 2 മുറിയെ. ഒരു മറ്റേ മുറി എനിക്ക് കാണത്തില്ല, പക്ഷെ ഈ മുറിക്കകത്ത് ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങ് കട്ടിലുണ്ട്. ഒരു അങ്ങേപ്പുറത്തെ മുറിയിൽ ഒരു അലമാരി ഇരിപ്പുണ്ട്. അങ്ങേപ്പുറത്തെ മുറിയില്. ഈ മുറി പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല. ഇരിപ്പുണ്ട് ചെറിയ അടുക്കള. അതൊന്ന് വൃത്തിയാക്കാൻ അവരോട് പറയണം കേട്ടോ. കർത്താവേ, ഞാൻ ഈ മണ്ണിൽ ചവിട്ടി യേശുവിന്റെ നാമത്തിൽ ഈ വസ്തു വിറ്റുപോകട്ടെ. എത്രയും പെട്ടെന്ന് നസ്സറിന് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് വിറ്റുപോയതിനാ നന്ദി പറയുന്നു. ഇത് സർക്കാരിന്റെ അല്ലല്ലോ, നമ്മുടെ പട്ടയമുള്ളതല്ലേ? ആണോ? ഈ വർഷം കരം കെട്ടിയതാ. ആണോ? പൊതുവെ ഇവിടെ ഒരു യേശുവിന്റെ നാമത്തിൽ പട്ടയം ഉണ്ടാവട്ടെ, വിറ്റുപോകട്ടെ. കർത്താവിന്റെ കരം ചലിക്കട്ടെ. ഇത് വിറ്റുപോകും. വലിയ തുകയ്ക്കൊന്നും പോകുമെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ തുകയ്ക്ക്, വലിയ കൂടിയ തുകയൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ചെറിയൊരു തുകയ്ക്ക് നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ഒരു ചെറിയ വീട്, ചെറിയൊരു വസ്തു വാങ്ങിക്കാനുള്ള സംഭവം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾ വല്ല കാത്തലിക്കിൽ വല്ല 3 ആളുകളാണോ നിങ്ങൾ? അല്ല, നിങ്ങൾ പറഞ്ഞ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. പുള്ളിക്കാരി യാക്കോബക്കാരിയാ. നമ്മൾ പക്ഷെ അതല്ലല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങനെ പള്ളിയിൽ പോകും. ഉദ്ദേശം മനസ്സിലായി. കവി ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നു എനിക്ക് പിടികിട്ടി. ഏതാ? ഓക്കെ, ഒരു കവി ഉദ്ദേശിച്ചത് നമുക്ക് പിടികിട്ടി. ഓക്കെ, നടക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് വിറ്റുപോകട്ടെ. ദൈവത്തിന്റെ കരം. ഇനി കർത്താവ് യേശുവിനെ പിടിവിടരുത്.
യേശുവിൻ്റെ കൂടെ നിൽക്കണം, ആ നിർത്തണം. നിർത്തിക്കോളാം. അപ്പുറത്തെ വീട്ടിൽ എനിക്ക് വരാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അപ്പുറത്തെ വീട്ടിൽ വന്നാൽ ജനലിൽ അവിടെ കിടക്കുന്ന സിഗരറ്റ് കുറ്റി ഞാൻ എടുക്കും. നിർത്തിക്കോളാം. നിർത്തിക്കോണം. ഇത് നിർത്തണം, മറ്റവൻ നിർത്തണം. നിർത്താം. ഏതാ കാട്ടൻ ജവാനൊന്നും വാങ്ങിച്ച് അടിക്കരുത്. ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്നത് ഇരുവല്ലായിൽ, അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ച് അടിക്കരുത്. ഏതാ ഉമ്മാതെ എല്ലാം ചാത്തൻ സാധനമാണ് വരുന്ന, പഴയ പോലൊന്നും അല്ല. വാങ്ങിച്ച് അടിക്കരുത്, മനസ്സിലായോ? കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല അടി അടിക്കുന്ന ആളാ, നന്നായിട്ട് അടിക്കും, നിങ്ങളോട്ടടിക്കും. നിർത്തണം. ചുമ്മാ വെളിവില്ലാത്ത റെഗുലർ യൂസ് മെഡിസിൻ എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. യൂസ് മെഡിസിനും വാഴയ്ക്കൊന്നും അല്ലത്, കരളെല്ലാം അവിടെ പിജി ചീന്തി ആറിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇനി മുതൽ കൊച്ചുമക്കളൊക്കെ വളർന്നു വരുന്നുണ്ട്, അവരിത് കണ്ട് എന്തുവാ വളരരുത്. ഞങ്ങളുടെ വല്യപ്പച്ചൻ കള്ളുകൂടിയാരനായിരുന്നെന്ന് പറയരുത്. നിങ്ങൾക്കെല്ലാം ഉള്ള ആളുകളായിരുന്നു. തലമുറയ്ക്ക് പുറകിലെടുത്താൽ, 2 തലമുറ പുറകിലെടുത്താൽ നിങ്ങൾക്കെല്ലാം ഉള്ള ആളുകളായിരുന്നു. വസ്തുക്കൾ ഒരുപാടുള്ള ആളുകളായിരുന്നു. പക്ഷെ എല്ലാം പോയതാ, പെറുക്കി പോയതാ മൊത്തം. അപ്പം അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും പോകല്ല്. മദ്യപാനം നിർത്തുക, സിഗരറ്റ് വലി നിർത്തുക, വലിക്കരുത് കേട്ടോ. പരിപാടി ക്ലോസ് ചെയ്തേര്. ഇത് മറ്റുള്ള പരിപാടികൾ ബൈപ്പാസ് ഒന്നും ചെയ്യേണ്ട വരുത്തില്ല. അതിൻ്റെ അകത്തൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹാർട്ടിൽ 2 ബ്ലോക്ക് ദൈവം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ധൈര്യത്തോടെ ജീവിക്കും, 70 വയസ്സ് വരെ ജീവിക്കും. ധൈര്യത്തോടെ പോവാ കേട്ടോ. കണ്ടമാനം വിക്സ് മുട്ടായി തിന്നരുത്, പൊക്കോ. വലിച്ചിട്ട് പിന്നെ എന്തോ ചെയ്യരുത്, വിക്സ് മുട്ടായി തിന്നരുത്. പൊക്കോ, ധൈര്യത്തോടെ പോയിരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.